ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സാമ്പാറാണ്. ഇതിനകത്ത് കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഓണമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പം ഇതേ മെത്തേഡ് യൂസ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് സാമ്പാർ പൊടി വാങ്ങിക്കത്തേ ഇല്ല. നമ്മളെപ്പോഴും ഇത് വീട്ടിലുണ്ടാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് കായം 4 ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഉലുവ, ഉഴുന്നുപരിപ്പ്, ചെറിയ ജീരകം ഓരോ ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 പിടി, വറക്കാത്ത മല്ലി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ കടലപ്പരിപ്പ് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഉണക്കമുളകാണ്. ഞാനിവിടെ ഉണക്കമുളകിൽ നമ്മളുടെ സാധാരണ മുളകും അതേപോലെ തന്നെ കാശ്മീരി മുളകും കൂടെ മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ സാമ്പാറിന് നല്ലൊരു കളർ ഉണ്ടായിരിക്കും. പിന്നെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഉണക്കലരിയാണ്. ഉണക്കലരി ഇല്ല എങ്കിൽ പച്ചരിയോ പൊന്നിയരിയോ ഏതായാലും എടുക്കാം. ഉണക്കലരി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്ക് വറുത്തെടുക്കണം. എന്നിട്ട് വേണം ഇത് പൊടിക്കാൻ. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പാനോ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് കായം വറുത്തെടുക്കണം. കായം വറക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് അതിങ്ങനെ പപ്പടം പോലെ പൊള്ളി വരും. അതേപോലെ തന്നെ അത് പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് അങ്ങ് അമിങ്ങിപ്പോവും. പിന്നെ അത് പൊടിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും നമ്മൾക്ക്. അപ്പം ആ പാകത്തിൽ നമ്മൾ വറുത്തെടുക്കുക. എന്നിട്ടിത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാം. കായം നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി ഇത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാൻ പോവാണ്. നമ്മളിത് കുറച്ച് സാമ്പാർ പൊടി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഒരുപാട് സാമ്പാർ പൊടി ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. അതിനുശേഷം എല്ലാ ചേരുവകളും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. ഇതെല്ലാം കൂടെ പകുതി വറുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് തനിയെ വറുത്താൽ മതി. അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം പെട്ടെന്നൊന്നും ഇത് കരിഞ്ഞു പോകത്തില്ല. ഇപ്പം ഞാൻ മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കാശ്മീരി മുളകുണ്ട്, കുറച്ച് സാധാരണ ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പകുതി വറവായിട്ടുണ്ട്. ആ സമയത്താണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് മുഴുവനായിട്ട് വറുത്തെടുക്കാം. ഈ സമയത്തെല്ലാം തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് വറുത്ത് കഴിഞ്ഞു. എല്ലാം പാകമായിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾക്കിത് ചൂടാറിയതിന് ശേഷം നല്ലപോലെ പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. തീരെ തരിയൊന്നും പാടില്ല. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ ചൂട് കാരണം ഇത് കരിഞ്ഞു പോകരുത്. ഞാനിപ്പം സാമ്പാർ പൊടി പൊടിച്ചെടുത്ത് കഴിഞ്ഞു. നല്ല ഫൈൻ പൗഡറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പയെ കൂടെ അരിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇത് പൊടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലൊരു ബോട്ടിലിനകത്താക്കി വയ്ക്കുക. ഇത് മുഴുവനായിട്ട് നമ്മൾക്ക് ആവശ്യം വരത്തില്ല. ഇതിനകത്തുനിന്ന് 3 ടേബിൾ സ്പൂൺ മതിയായിരിക്കും ഇപ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾക്കിനി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. 3/4 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം മത്തങ്ങ, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്. ഒരുപാട് കഷ്ണങ്ങൾ നമ്മൾ സദ്യ സാമ്പാറിൽ ഇട്ട് കൊടുക്കത്തില്ല. ഇത്രയും നമ്മൾക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി പറയുന്നത് കുറച്ച് ടിപ്സാണ്. പരിപ്പ് പെട്ടെന്ന് വേവാനായിട്ട് ഉണക്കമുളക് ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പരിപ്പ് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഈ സമയത്ത് തന്നെ സാമ്പാറിന് വേണ്ട പുളി നമ്മൾക്ക് വെള്ളത്തിലിടാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കുക. ഇനി നമ്മൾക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യമേ തന്നെ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കുറച്ച് വലുതാക്കിയിട്ട് വേണം അരിയാനായിട്ട്. ഒരുപാട് ചെറുതാക്കി അരിയരുത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങയ്ക്കയാണ്. ഒരെണ്ണം ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇട്ട് കൊടുക്കുന്നത് കത്രിക്കയാണ്. ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. അത് അരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അപ്പോഴായിരിക്കും അതിൻ്റെ കറയൊക്കെ ഒന്ന് പോവുക. അങ്ങനെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയാണ് കുറച്ചധികം നമ്മൾക്ക് ഈ സാമ്പാറിന് വേണ്ടത്.
അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒരുപാട് വേവില്ലാത്ത കഷ്ണങ്ങളാണ്, അതുകൊണ്ട് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നമ്മൾക്ക് വേണ്ടി വരും. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചെറുതായി വഴറ്റി കൊടുക്കുക. നമ്മൾ ഓൾറെഡി സാമ്പാർ പൊടിയൊക്കെ വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ട് അതും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ നേരത്തെ കലക്കി വെച്ച പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. പുളിയെല്ലാം നന്നായിട്ട് കഷ്ണത്തിനകത്തേക്ക് പിടിക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പം സാമ്പാറിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പരിപ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പം അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അടച്ചു വെച്ച് തിളപ്പിക്കാം. നമ്മൾ ഇതിനകത്തേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയും നമ്മൾ ഉള്ളി അരിഞ്ഞ് അതേപോലെ തന്നെ കുറച്ച് വലുതാക്കി എരിയുക. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് പരിപ്പിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ടായിരിക്കും. കുക്കർ തുറന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട വറവൊന്ന് പെട്ടെന്ന് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്, 3 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ സാമ്പാർ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാമ്പാറിനകത്തേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് 1 ടീസ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾക്ക് സാമ്പാറിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വറുത്ത ഉലുവാപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വറവാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം. ഇപ്പം നമ്മൾ ഇളക്കരുത്, കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇളക്കാനായിട്ട്. അപ്പോഴായിരിക്കും സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പം ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.